അപ്പോൾ പ്രേക്ഷകരെ, ഈ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയർന്ന ഒരു സാഹചര്യത്തിൽ സ്വർണ്ണത്തെ അടുത്തറിഞ്ഞൊരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരളത്തിലുണ്ട്. വിലക്കയറ്റം കാണുമ്പോൾ ആഫ്രിക്കയിലെ സിയേറ ലിയോണിനെയും അവിടുത്തെ മനുഷ്യരെ കുറിച്ചും ഒക്കെ ഓർക്കുന്ന ആ നേതാവിന്റെ അനുഭവ കഥയിലേക്ക് നമുക്കൊന്ന് പോവാം. സ്വർണത്തിന് പവന് വില 80,000 കടന്നു. എന്താപ്പം അത് കഥ? ഇങ്ങനെ പോവന്നെ കൂടിയിട്ട് എവിടെ നിൽക്കുന്ന ഒരു പിടിയില്ല. കുറേ ആൾക്കാർക്ക് ഗുണമായിരിക്കേ, പക്ഷേ ചിലവർക്ക് ആശങ്കയാണ്. സ്വർണത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമുക്ക് സംശയമല്ല, ഒരുപാട് സംശയം ഇങ്ങനെ ബാക്കിയാണ്. എന്താണ് ഈ സ്വർണത്തിൻ്റെ ഒരു കഥ എന്നുള്ളത്? അത് പക്ഷേ സ്വർണത്തെ ആഴത്തിൽ അറിഞ്ഞ ഒരാളുണ്ട് മലപ്പുറത്ത്. അത് ആരാണെന്നായിരിക്കും അത് എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. കേരള രാഷ്ട്രീയത്തിൽ തന്നെ സുപരിചിതനാണ് PV അൻവർ. PV അൻവറും സ്വർണവുമായി ബന്ധപ്പെട്ട് എന്താ കഥയാന്നല്ലേ? അങ്ങ് സിയേറ ലിയോണയിൽ പോയി സ്വർണം കണ്ടെത്തിയ ഒരു കഥ തന്നെയുണ്ട്. അത് PV അൻവർ തന്നെ നമ്മളോട് പറയും. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ സ്വർണത്തിനെ പറ്റിയിട്ട് പല സംശയങ്ങൾ ബാക്കി. ഇപ്പോൾ പവൻ 80,000 കടന്നിരിക്കുക. എന്താണ് അൻവർക്കൊക്കെ തോന്നുന്നത് മാർക്കറ്റിനെ പറ്റിയിട്ട്? ഒന്ന്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന മനുഷ്യരുള്ള നാടിൻ്റെ പേര് ഇന്ത്യയാണ്. 40,000-ൽ നിന്ന് 80,000-ലേക്ക് ഈ പ്രൈസ് ഉയരുന്നത് കഴിഞ്ഞ 2 കൊല്ലത്തിനിടക്കാണ്. അത് ആരും പ്രതീക്ഷിക്കുന്നതോ കണക്കൂട്ടിയതോ അല്ല. ആ നിലക്ക് അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. താങ്കൾ ഈ സിയേറ ലിയോണയിൽ പോയി സ്വർണ്ണഖനനം നടത്തിയ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയമായ പ്രതിസന്ധികൾ, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ബിസിനസ്സുകളും രാഷ്ട്രീയമായ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് പൂട്ടപ്പെടുകയും വരുമാനം നിലക്കുകയും ചെയ്ത സമയത്താണ് അടുത്തൊരു ഓപ്ഷൻ എന്ന നിലക്കാണ് ആഫ്രിക്കയെക്കുറിച്ച് ആലോചിക്കുന്നതും അവിടെ എത്തിപ്പെടുന്നതും. ആഫ്രിക്കൻ രാജ്യത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വലിയ കഷ്ടമുള്ള ഒരു നാട് തന്നെയാണ്. ഞാൻ പോയ രാജ്യം സിയേറ ലിയോണ്, പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ്. അവിടുത്തെ ജനതയുടെ ഏകദേശം 70% ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, അവരുടെ ഒരു ജീവിത തൊഴിലായി മാറിയിട്ടുള്ള ഒരു മേഖലയാണ് സ്വർണ്ണഖനനം എന്ന് പറയുന്നത്. അവിടെ എത്തിയിട്ടുണ്ടായ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, രസകരമാണ്, അഡ്വഞ്ചറസ് ആണ്. ആ ഒരു അനുഭവമാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. എന്തായിരുന്നു സിയേറ ലിയോണയിൽ PV അൻവർ നേരിട്ട ആ ഒരു അനുഭവം? അനുഭവങ്ങളെന്ന് പറയുന്ന എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളും ഡേഞ്ചറസ് ആണ് ഒരു പരിധി വരെ. കാരണം അവിടെ പട്ടിണിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. പട്ടിണി ഉള്ളിടത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം പിടിച്ചു പറയും കവർച്ചയും ധാരാളമാണ്. നമ്മളവിടെ ചെയ്തിരുന്നത് സർക്കാർ ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസസ്സിങ് യൂണിറ്റാണ്. ഇപ്പോൾ അത് അങ്ങനെ ഒരു ബ്രേക്ക് ഈവൻ സ്റ്റേജിലേക്ക് വരുന്നു, കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. വരുമാനം ആയിട്ടില്ലെങ്കിലും ബ്രേക്ക് ഈവൻ സ്റ്റേജിലേക്ക്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് രീതി? എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് എത്തുന്നത്? ഇതിൽ 3-4 രീതിയിൽ സ്വർണ്ണം ഉണ്ടാവും. ഒന്ന് എന്ന് പറയുന്നത് തീരങ്ങളിൽ, പുഴൻ്റെ തീരങ്ങളിൽ നമ്മളെ മണലിൽ മിക്സായി കിടക്കുന്നുണ്ട്. അത് മലകളിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. 1 ഗ്രാം 2 ഗ്രാം പോലെ നമ്മളെ ഒരു പയർമണി പോലത്തെ അതിന് പല ഷേപ്പിലും ഉണ്ടാകുന്നതാണ്. അതിനെ വെള്ളത്തിൽ വലിയ മോട്ടോർ വെച്ച് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന രീതിയാണ്. രണ്ടാമത്തെ രീതി മണ്ണാണ്. മണ്ണിൽ നിന്ന് മണ്ണ് കുഴിച്ചെടുത്ത് അത് കലക്കി വാഷ് ചെയ്തിട്ട് എടുക്കുന്ന രീതിയാണ്. നമ്മൾ ഇടപെട്ടിരിക്കുന്ന പ്രോസസ്സിങ് എന്ന് പറയുന്നത് അത് സോളിഡ് റോക്കാണ്. നമ്മളെ ഇവിടെ പാറ വെടിവെക്കുന്നത് പോലെ പാറ വെടിവെച്ച് ക്രഷ് ചെയ്യണം. ക്രഷറിൻ്റെ എല്ലാ ഫോർമാലിറ്റിയും, ആദ്യം ബോളറാവും, പിന്നെ അത് സോളിങ് ആക്കി, അത് ക്രഷ് ചെയ്ത് മെറ്റലാക്കി, അത് പൊടിച്ച് പൊടിയാക്കി ആ പൊടിയെ അരച്ച് വാഷ് ചെയ്യണം. അതിനൊരു സിസ്റ്റം തന്നെ ഉണ്ട്. അങ്ങനെ അതിൽ പിന്നെ ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് അത്രയും മൈന്യൂട്ടായിട്ടുള്ള പാറയിൽ ഒട്ടിക്കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക പൗഡറാണ് നമ്മളുടെ പറഞ്ഞത്. അത് നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ തട്ടിയെങ്കിലേ പോവുള്ളൂ. അത്രയും നൈസായിട്ടുള്ള പൗഡറാണ് അത്. ഈ പറയുന്ന പ്രോസസ്സെല്ലാം ചെയ്ത് പിന്നെ അതിനൊരു കെമിക്കൽ പ്രോസസ്സ് ഉണ്ട്. ആ കെമിക്കൽ പ്രോസസ്സിലൂടെ ആണ് ഈ സ്വർണത്തിന് എന്താ പറയുക നമ്മളെ കാന്തം പിടിക്കുന്നത് പോലെ ഇതിനെ സ്വരൂപിച്ച് അതൊരു പ്രത്യേക ഷേപ്പിലായി വരും. എന്തായാലും സ്വർണത്തെ പറ്റി ആഴത്തിൽ അറിഞ്ഞ, ആഫ്രിക്കയിലൊക്കെ പോയി അനുഭവിച്ചറിഞ്ഞ അനുഭവം തന്നെയാണ് PV അൻവർ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവച്ചത്. അനീഷ് തോട്ടയ്ക്കാണൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.